ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സ്വതാപന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമ്മൾ കാത്തിരുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇന്ന് OTT വഴി റിലീസിന് എത്തിയിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും ഏകദേശം 4 ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം നോക്കുകയാണ് തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ്. ശിവാംഗി എന്നാണ് സിനിമയുടെ പേര്. ആനന്ദി വരലക്ഷ്മി ശരത് കുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തോടെ എത്തിയ ചിത്രം ദേവരാജ് ഭരണിയായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ഡ്രാമ, സസ്പെൻസ്, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ ആഹാ തമിഴ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് നടത്തിയിരിക്കുകയാണ്. നിലവിൽ നമുക്ക് തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകൾ വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു തെലുങ്ക് ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ടുക് ടുക് എന്ന് പറയുന്ന തെലുങ്ക് ചിത്രമാണ്. യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായത് മാർച്ച് മാസം 21-ാം തീയതിയായിരുന്നു. ഡ്രാമ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. സുപ്രീം സി കൃഷ്ണയായിരുന്നു ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് റിലീസിനെത്തിയിരിക്കുകയാണ്. തെലുങ്കിന് പുറമെ തന്നെ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ കന്നഡയിൽ നിന്നുള്ള ചിത്രമാണ്. മിഥ്യ എന്നാണ് സിനിമയുടെ പേര്. ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കന്നഡ പതിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ്. മേരെ ഹസ്ബൻഡ് കി ബീബി എന്നാണ് സിനിമയുടെ പേര്. അർജുൻ കപൂർ, ഭൂമി പത്തേക്കർ, രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കോമഡി റൊമാന്റിക് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായത് മുദാസിർ അസീസ് ആയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസിലെത്തിയ ചിത്രങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ ചിത്രം കട്ടീസ് ഗ്യാങ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. 2024 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു കട്ടീസ് ഗ്യാങ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ഉണ്ണിലാലു, അൽതാഫ് സലീം, സജിൻ ചെറുകിലായിരുന്നു തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസും സൺനെക്സ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രം സൺനെക്സ്റ്റിലും ആമസോൺ പ്രൈം വീഡിയോസിലും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ആമസോൺ പ്രൈം വീഡിയോസ് വഴി അതോടൊപ്പം തന്നെ സൺനെക്സ്റ്റ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ അമ്മം എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ദിനേഷ് പോത്തൻ, ദേവദർശിനി, ജാഫർ ഇടുക്കി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം തോമസ് സെബാസ്റ്റ്യനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ഡ്രാമ, സസ്പെൻസ് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിത്രം സൺനെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സൺനെക്സ്റ്റ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ചിത്രമാണ് ദാവീദ് എന്ന് പറയുന്ന ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രമാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്ന സിനിമ. പെപ്പയ്ക്കൊപ്പം തന്നെ ലിജോ മോൾ ജോസഫ്, വിജയരാഘവൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം നവാഗതനായി ഗോവിന്ദ് വിഷ്ണു ആയിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ മലയാള ഭാഷ മാത്രമേ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് OTT വഴി റിലീസിലെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. വീരധീര ശൂരൻ എന്ന് പറയുന്ന വിക്രം കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു വീരധീര ശൂരൻ എന്ന് പറയുന്ന സിനിമ. വേൾഡ് ബോക്സ് ഓഫീസ് നേട്ട ഏകദേശം 70 കോടി പിന്നിട്ട ചിത്രത്തിന്റെ തിയേറ്റർ റണ്ണൊക്കെ ഏകദേശം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഒരുപാട് നാളായിട്ടാണ് വളരെയധികം സിനിമാ പ്രേമികളാണ് വീരധീര ശൂരന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി ഈ ഒരു സിനിമയുടെ സ്ട്രീമിംഗ് നടത്താൻ പോവുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തമിഴിന് പുറമെ തന്നെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ട് നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമെത്തിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയാണ്. മമ്മൂട്ടി, ഗോകുൽ സുരേഷ് ഗോപി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി നമുക്ക് ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്
ബാബുവിനെ കേന്ദ്ര കഥാപാത്രമെത്തിയ ഹണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഷാജി കൈലാസ് അണിയിച്ചൊരുക്കിയ ചിത്രം ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് വഴി ഏപ്രിൽ മാസം തന്നെ ഈ ഒരു സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സും ലഭ്യമായിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ അണിയിച്ചൊരുക്കിയ ചിത്രം 2019 പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു. മികച്ച വിജയം നേടിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെ 260 കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിരിക്കും ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.